ഹായ് ആരോ ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക, ലൈക്ക് ചെയ്തിട്ട് കാണുക, ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് നൈറ്റി കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് കാണിക്കുന്നത്. അപ്പോൾ നൈറ്റി വിത്തൗട്ട് ഓപ്പൺ ആണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അത് മാർക്ക് ചെയ്യുക. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് അലവൻസ് ചേർത്തിട്ടുണ്ട് മാർക്ക് ചെയ്യുന്നത്. 3 മീറ്റർ തുണിയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ആദ്യം മുകളിൽ നിന്ന് താഴേക്ക് 53.5 ഇഞ്ചിൽ ഞാനിപ്പോൾ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് എത്ര വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ രണ്ടാക്കി മടക്കി കൊടുത്തിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ഒരു മടക്ക് കൊടുത്തിട്ട് ടോട്ടൽ 4ആക്കി മടക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. ഷോൾഡർ മാർക്ക് ചെയ്യുക. അപ്പോൾ ഷോൾഡർ കിട്ടിയിരിക്കുന്നത് 11 ഇഞ്ചാണ്. അപ്പോൾ അതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5.5 കിട്ടിയിട്ടുണ്ട്. അത് മാർക്ക് ചെയ്തു. ആം ഹോള് 6 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കിൻ്റെ വിഡ്ത്ത് 2.25 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. താഴെ ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് 5.5 ഇഞ്ചിലും മാർക്ക് ചെയ്തിട്ടുണ്ട്. ബാക്ക് നെക്ക് 4 ഇഞ്ചിലാണ് കൊടുത്തിരിക്കുന്നത്. വിത്തൗട്ട് ഓപ്പൺ ആയതാണ് 4 ഇഞ്ച് കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ അതിന് കുറവ് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. ഇനി ചെസ്റ്റ് മാർക്ക് ചെയ്യുക. 33 ഇഞ്ചാണ് ചെസ്റ്റ് റൗണ്ട്. അതിൻ്റെ കൂടെ 4 ഇഞ്ച് ലൂസ് ചേർത്തിട്ട് 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് 1.5 ഇഞ്ച് അലവൻസും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കോർണർ ഭാഗത്ത് നിന്ന് 1.5 ഇഞ്ചാണ് ബാക്ക് ആം ഹോള് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ബാക്ക് നെക്ക് 4 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അതൊന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്, റൗണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. റൗണ്ട് നെക്കാണ്. ആം ഹോളിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഒരു പോയിൻ്റ് ഇട്ടിട്ട് അതൊരു 1/2 ഇഞ്ച് ഉള്ളിലോട്ട് കുഴിച്ചിട്ട് കോർണർ ഭാഗത്ത് നിന്ന് 1 ഇഞ്ച് ഉള്ളിലോട്ട് കുഴിച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതാണ് ഫ്രണ്ട് ആം ഹോൾ കേട്ടോ. ഈ വേസ്റ്റ് 13 ഇഞ്ചിലാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് 28 ഇഞ്ചാണ് വേസ്റ്റ് എടുത്താണത്. അതിന് 4 ഇഞ്ച് ലൂസ് ചേർത്ത് 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് 7.5 ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. 1.5 ഇഞ്ച് അലവൻസ് മാർക്ക് ചെയ്തു. ഹിപ്പിലേക്ക് അത് കഴിഞ്ഞിട്ട് ഒന്ന് വെറുതെ ഷേപ്പ് ചെയ്തിട്ട് അടിവരെ നമ്മൾ ഫുള്ള് വീതിയായിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ അതേ കറക്റ്റ് വീഡിയോനകത്ത് കാണിച്ചിട്ടുണ്ട്. അതുപോലെയാണ് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചത്. ഇനി താഴെ 2 ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് തൂങ്ങി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ മാർക്ക് ചെയ്ത് വരച്ചു കൊടുത്തത്. ഇനി നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ. കട്ട് ചെയ്യുമ്പോൾ ബാക്ക് ആം ഹോളും ബാക്ക് നെക്കും ഫസ്റ്റ് കട്ട് ചെയ്യുക. അതിനുശേഷം മാറ്റിയതിന് ശേഷം ഫ്രണ്ട് ആം ഹോളും ഫ്രണ്ട് നെക്കും കട്ട് ചെയ്തെടുക്കുക കേട്ടോ. കട്ട് ചെയ്യുമ്പോൾ സൈഡിൽ നിന്ന് പീസ് കിട്ടും. അത് നമുക്ക് കൈക്ക് വേണ്ടിയിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ. ഷോൾഡർ ജോയിൻ ചെയ്തായിരിക്കും ഉണ്ടാവുക. അത് നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നെക്കിൻ്റെ ഭാഗത്ത് വേറൊരു കളർ പീസ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് സെയിം ആയിട്ട് വേണമെങ്കിൽ എടുക്കാം. അതിന് ഞാൻ രണ്ടായിട്ടൊന്ന് മടക്കിയിട്ടിട്ടുണ്ട്. നെക്കിൻ്റെ വിഡ്ത്ത് 2.25 നെക്കിൻ്റെ ലെങ്ത്ത് 5 ഇഞ്ചാണ് കൊടുത്തിട്ടുണ്ടായത്. എന്നിട്ടൊന്ന് കറക്റ്റ് ഷേപ്പായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്ത പീസ് കറക്റ്റായിട്ടൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ശേഷം 2.5 ഇഞ്ച് വീതിയിൽ നമ്മൾ സൈഡിലൊക്കെ ഒന്ന് വരച്ചിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഫേസിങ് കട്ട് ചെയ്യില്ലേ, അതുപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്യാവുന്നതാണ്. സ്ലീവ് കട്ട് ചെയ്യുക. തുണി 4ആക്കി മടക്കിയിട്ടിട്ടുണ്ട്. ഇത് എത്രയാണോ വേണ്ടത് അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് എടുക്കുക. എന്നിട്ട് അതിൽ നിന്ന് സൈഡിലേക്ക് ആം ഹോളിൻ്റെ കൂടെ ഒരു 2 ഇഞ്ചും കൂടി കൂട്ടിയിട്ട് 8 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. അതിൽ നിന്ന് താഴേക്ക് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഷേപ്പ് വരച്ചു കൊടുത്തു കേട്ടോ. അതിനുശേഷം റിസ്റ്റ് റൗണ്ട് 5.25 എടുത്തു. 1.5 ഇഞ്ച് അലവൻസും ചേർത്തിട്ട് കട്ട് ചെയ്തെടുത്തു. ഇനി നിവർത്തി വെച്ചിട്ട് ഫ്രണ്ട് ഭാഗത്ത് മാത്രം 1/2 ഇഞ്ചിലൊന്ന് കുഴിച്ച് വെട്ടിയിട്ടുണ്ട്. ബാക്ക് നെക്കിന് വേണ്ടിയിട്ട് 1.5 ഇഞ്ചിൽ വീതിയിലുള്ള ക്രോസ് പീസും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ആദ്യം ക്രോസ് പീസ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ക്രോസ് ആയിട്ട് വെച്ചതിന് ശേഷം 2 സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കറക്റ്റായിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ട് രണ്ടായിട്ട് മടക്കിയിട്ട് സൈഡിലൂടെ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ബാക്ക് നെക്കിൽ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ബാക്ക് നെക്കിൻ്റെ ചീത്ത വശത്ത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 1/4 ഇഞ്ചിലോ 1/2 ഇഞ്ചിലോ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തു. ബാക്കിയുള്ള പീസ് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ ത്രെഡുമ്പോൾ തട്ടാണ്ട് ചരിച്ചൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിനെ മറച്ചിട്ടിട്ട് പ്രസ്സിങ് സ്റ്റിച്ചും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടും. അരികത്തൂടെയാണ് നമ്മൾ പ്രസ്സിങ് സ്റ്റിച്ച് കൊടുത്തത്. അപ്പോൾ ഇതുപോലെയാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. നമുക്ക് ഫ്രണ്ടിൽ വയ്ക്കാനുള്ള പീസ് സൈഡ് കറക്റ്റായിട്ട് ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് അവിടെ നമ്മൾ കറക്റ്റായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ശേഷം നമ്മൾ ബാക്ക് നെക്കിൽ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ ഫ്രണ്ട് നെക്കിൻ്റെ ചീത്ത വശത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ 1/4 ഇഞ്ചിലോ 1/2 ഇഞ്ചിലോ സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. അതിനുശേഷം സ്റ്റിച്ചുമ്പോൾ തട്ടാതെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഫ്രണ്ടിലോട്ട് മറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് പൈപ്പിംഗ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ലേസ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് അതിനൊന്ന് പ്രസ്സിങ് സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം അതിൻ്റെ സൈഡിൽ ലേസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പൈപ്പിംഗ് ആണ് വെക്കേണ്ടതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് സ്ലീവിൻ്റെ അറ്റം മടക്കിയടിക്കുക. അപ്പോൾ ഒരു മടക്കാണ് ഞാൻ മടക്കിയിട്ടുള്ളൂ. ഇവിടെ 1.5 ഇഞ്ചാണ് അലവൻസ് എടുത്തതെന്നുണ്ടെങ്കിൽ 1/2 ഇഞ്ചിൽ ആദ്യം മടക്കുക, വീണ്ടും 1/2 ഇഞ്ചിൽ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അതിനുശേഷം ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഷോൾഡർ
നല്ല വശങ്ങൾ രണ്ടിൻ്റെ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് ഷോൾഡർ 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം സ്ലീവ് നമ്മൾ ജോയിൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഷോൾഡർ ഭാഗത്ത് നിന്ന് തുടങ്ങിയിട്ട് ഒരറ്റത്തേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ആ അറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് വീണ്ടും സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഡബിൾ സ്റ്റിച്ച് കൊടുക്കേണ്ടടുത്തൊക്കെ ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് മറ്റേ സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ സ്ലീവൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡ് ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ 1.5 ഇഞ്ച് അലവൻസ് കൊടുത്തിട്ടുണ്ടായി. 1.5 ഇഞ്ചിൽ ഹിപ്പ് വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിന് ശേഷം 1/2 ഇഞ്ചിലേക്ക് ആക്കിയിട്ട് കുറച്ചിട്ട് അടി വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് അടിയിൽ മടക്കി അടിക്കണം. അപ്പോൾ ഒരറ്റത്ത് നിന്ന് 1/2 ഇഞ്ചിൽ ആദ്യം മടക്കിയിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് 1/2 ഇഞ്ചിൽ തന്നെ മടക്കി ചെറിയ വീതിക്ക് മതിയെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു 1/2 ഇഞ്ചിൽ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിത്തിരി വലിയ വീതിയിലാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് 1 ഇഞ്ചിലാണ് വീണ്ടും മടക്കണേ കേട്ടോ. എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ അറ്റത്തോടെയും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് അപ്പുറത്തെ സൈഡ് ജോയിൻ ചെയ്യാം. അപ്പോൾ അടിയിൽ നിന്ന് വേണമെങ്കിൽ സ്ലീവിൻ്റെ ഭാഗത്തേക്ക് നമുക്ക് ജോയിൻ ചെയ്യാം. ഇപ്പം ഞാൻ സ്ലീവിൻ്റെ ഭാഗത്ത് നിന്നും അടിയിലേക്കാണ് ജോയിൻ ചെയ്തെടുക്കണേ കേട്ടോ. അതിന് ശേഷം നമുക്ക് മറച്ചിടാം. അപ്പോൾ ആദ്യം സ്ലീവിൻ്റെ ഭാഗത്ത് നിന്ന് 1.5 ഇഞ്ച് അലവൻസിൽ കൊടുക്കുക. താഴെ ഭാഗത്തേക്ക് 1/2 ഇഞ്ച് ആക്കിയിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ദേ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ദേ ഇത്രേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിളായിട്ട് ഒരു നൈറ്റി കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാവുന്നുള്ളൂ. കടയിൽ നിന്ന് മേടിക്കണ പോലെ നൈറ്റി വേണമെന്നുണ്ടെങ്കിൽ എക്സൽ സൈസിൻ്റെ അളവ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ് ഒരു നൈറ്റി കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ വിത്തൗട്ട് ഓപ്പൺ ആയിട്ടുള്ളത്. വീഡിയോ കണ്ടിട്ടുള്ള എല്ലാവർക്കും താങ്ക് യു.